നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ വളരെ ഹൈയിലാണ് ഓപ്പൺ ചെയ്തിരുന്നതും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതും. ഓൾമോസ്റ്റ് 24,800 റേഞ്ചിലൊക്കെ ആയിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് വരുമ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയിലൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റോക്സ് ഇല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായിരുന്ന പോസിറ്റിവിറ്റി പതിയെ കുറയാൻ തുടങ്ങി. അത് പിന്നീട് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഹൈ പോസിറ്റിവിറ്റിയിൽ നിന്ന് അത് ഒരു മീഡിയം ടു ഫ്ലാറ്റ് പോസിറ്റിവിറ്റിയിലേക്ക് മാറി. ഫ്ലാറ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ചാർട്ട് നോക്കിയാൽ നമ്മൾ നിന്നത് 24,350 റേഞ്ചിലാണ്. അപ്പോൾ 350 റേഞ്ചിൽ നിന്ന് 400 റേഞ്ചിൻ്റെ അടുത്തേക്ക്, അതായത് ഈ ഉണ്ടായിരുന്ന പ്രീവിയസ് ഹൈയിൻ്റെ തൊട്ടടുത്തായിരിക്കും നമ്മളിന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഇത്രയേ ഉള്ളൂ. ചാർട്ടെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഫ്ലാറ്റ് തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ ഇവിടെ നിന്നിട്ട് വലിയൊരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് വീണ്ടും ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 24,100 സപ്പോർട്ട് എടുത്തത്. അല്ലേ, നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നത് 24,000, 24,100, 24,240. ഓക്കെ, ഞാനിവിടെ ഒരു 240 വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. 240, ഓക്കെ, 240 ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് വീഴുന്നു, തിരിച്ച് വന്ന് റെസിസ്റ്റൻസ് എടുത്തു, തിരിച്ച് വന്നു സപ്പോർട്ട് എടുത്തു. ഓക്കെ, മേളിൽ വന്ന് 24,350. ഓക്കെ, 350യുടെ മേളിൽ ജസ്റ്റ് ഒന്ന് താഴെ വന്നു, തിരിച്ച് വന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു. അടുത്തത് 440 റേഞ്ചസ് ആണ് അടുത്തുള്ള ലെവൽ, അല്ലേ. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല, 440 ലെവൽസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിന്നത്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു 440യുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും 350, ഞാൻ ഉദ്ദേശിക്കുന്നത് 350 to 400 ഈ ഒരു ക്യാൻഡലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. എന്നിട്ട് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും. മാർക്കറ്റിൽ ഒരു അരക്ഷിതാവസ്ഥ സ്റ്റിൽ നിൽപ്പുണ്ട്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തിരിച്ച് വീണ്ടും 350 to 240 വന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അത് ഡിസൈഡ് ചെയ്യും എന്നുള്ളതാണ്. സോ 24,100. അപ്പോൾ ഇന്നത്തെ വാച്ചിങ് ലെവൽസ് എന്ന് പറയുന്നത് 24,000, ചിലപ്പോൾ താഴോട്ട് പോലും ബ്രേക്ക് ചെയ്യാൻ കേട്ടോ. 23,800 to 23,800, 24,000 ഇല്ലെങ്കിൽ 23,960. ഓക്കെ, 23,960. അടുത്തത് 24,100, 24,240, 24,350, 440 എന്നിങ്ങനെയുള്ള 5 ലെവൽസാണ് അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് ഉള്ളത്. കൃത്യമായിട്ട് മാർക്കറ്റ് അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ 240 എന്ന് പറയുന്നത് 200ലും സപ്പോർട്ട് എടുക്കുന്നതായിട്ട് 100ൻ്റെ മൾട്ടിപ്പിളിൽ ഒന്ന് ചെറുതായിട്ട് 2 ദിവസത്തിനിടയിൽ മൂവ് ചെയ്തായിട്ട് കണ്ടു. യഥാർത്ഥത്തിൽ അത് 240 ആണ്, 200ൽ നിൽക്കുന്നുണ്ട്. 350 ആണ് 300ൽ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ചേഞ്ച് ഇൻ ട്രെൻഡാണോ എന്നുള്ളത്, ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനത് നോക്കിയിട്ട് പറയാം. അതുവരെയും ഈ ലെവൽസ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യാനുള്ളത്. സോ ഫോർ എ ട്രേഡർ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അടുത്തിനി ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ പൊസിഷൻ ആയിട്ടില്ല. എൻ്റെ മാർക്കറ്റ് വീഴുന്ന സമയത്ത് എൻ്റെ പോർട്ട്ഫോളിയോ 33% ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ പോർട്ട്ഫോളിയോ 33% വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ചെറുതായിട്ട് ഒരു 40% മേളിലേക്കൊന്ന് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വന്നു. ആദ്യത്തെ സെറ്റ് ഓഫ് ബൈ ഒരു 3-4 സ്റ്റോക്കിലെടുത്തു. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ബാച്ച് 30ൻ്റെ കൂടെ ഞാൻ മേടിച്ചാണ്. അതെ, ഏപ്രിൽ 1-ാം തീയതി 2-ാം തീയതി മേടിച്ചാണ്. ഒന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഓൾമോസ്റ്റ് 15% 20 എത്തിയോന്ന് എനിക്കറിയില്ല. 15% മേളിലൊരു പ്രോഫിറ്റ് ഉണ്ട്. അടുത്ത കൊഫോർജ് 10ന് മേളിലുണ്ട്. ട്രെൻഡ് ഒരു 10 7.5 അടുപ്പിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അത് വീണ്ടും ഫർദർ ആഡ് ചെയ്യാൻ ഈ സിറ്റുവേഷൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് അതൊരു 40-45% വന്നിട്ടേ ഉള്ളൂ. ഫണ്ട് ഇട്ടിട്ടില്ല. ഇതിലൊരു തീരുമാനമാവട്ടെ, ഒരു ക്ലാരിറ്റി ഉള്ള ഒരു തീരുമാനം വന്ന് ഒരു പേപ്പർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഫുൾ ഫണ്ട് ഇറക്കാം. നല്ല സ്റ്റോക്സ് അവിടെ കിടപ്പുണ്ട്, ഒരുപാട് എണ്ണം ഡിപ്പിൽ വരുന്നുണ്ട്. ഇന്ന് ഇൻട്രാഡേ വാച്ച് ചെയ്യുന്ന ആൾക്കാർ
ICICI ബാങ്ക്, HDFC ബാങ്കിനേക്കാളും ICICI ബാങ്ക്, അദാനി സ്റ്റോക്സ് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ സ്റ്റീൽ സെക്ടർ, ഫാർമ സെക്ടർ, FMCG സെക്ടറൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. FMCG സെക്ടറൊക്കെ ഇൻട്രാഡേയിൽ മൂവിങ് കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സെക്ടേഴ്സ് നോക്കുക, മെറ്റൽ സെക്ടേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ 1-2 സ്റ്റോക്സ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഇൻട്രാഡേ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നിഫ്റ്റി ലെവൽസ് ഞാൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഓക്കെ, ഈ ലെവൽസ് നിങ്ങൾ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്താൽ മതി. സോ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ക്യാൻഡിലുകൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇത് കണ്ടോ വീഴുന്നു. അടുത്തിൻ്റെ ഒരു 80% കവർ ചെയ്തു. പക്ഷേ ഇത് ഒരു ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് പഠിപ്പിക്കാൻ തൽക്കാലം പറ്റത്തില്ല. ബിക്കോസ് ഇത് ഡ്രിവൻ ചെയ്യുന്നത് ഗ്ലോബൽ ഡേറ്റ ആണ്. ഗ്ലോബൽ ഡേറ്റ അത്ര പോസിറ്റീവ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഒരു ബാച്ച് 13 സെഷൻ വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നും എൻക്വയറീസ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഏറ്റവും ചെറിയ ഫീലാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം ലൈഫ് ലോങ് അത് നിങ്ങൾക്ക് കൂടെ നിൽക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് സേഫായിട്ടുള്ളൊരു സ്വിംഗ് മെത്തേഡിലാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുക. ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നുണ്ടാവും. സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, കീപ് എസ് എൽ. മാർക്കറ്റിൽ വോൾട്ടൈലിറ്റി ഇന്ന് നന്നായിട്ടുണ്ടാവും. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.